മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുത്. കീഴടങ്ങുന്നവർക്ക് നിയമം അനുസരിച്ച് ഇളവ് ലഭിക്കും. അടുത്ത മാർച്ചോടെ രാജ്യത്ത് നിന്ന് ഈ ചുവപ്പ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത്ഷാ ദണ്ഡേവാഡയിൽ പറഞ്ഞു. അതേസമയം 3 മാസത്തിനിടെ 521 ഭീകരരാണ് കീഴടങ്ങിയത്. ഛത്തീസ്ഗഡിൽ ദന്തേവാഡയിൽ സംസാരിക്കവെയാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് മാവോയിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയത്. വെടിയൊച്ചകൾ ജനങ്ങളുടെ സമാധാനം കളഞ്ഞിരുന്ന കാലം കഴിഞ്ഞെന്നും വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുതെന്നും അമിത്ഷാ പറഞ്ഞു. കീഴടങ്ങുന്ന ഭീകരർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമപ്രകാരം സംരക്ഷണം നൽകും. നിലവിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. बम धमाके होते थे। मैं आज भी सभी जिनके हाथ में हथियार है वो और हथियार नहीं है वो सभी नक्सली भाइयों को विनती करने आया हूं, आप हथियार डाल दीजिए, मेन स्ट्रीम में आइए, आप हमारे अपने हैं। कोई भी नक्सली मारा जाता है, किसी को आनंद नहीं होता है, मगर इस क्षेत्र को विकास चाहिए। हमारे देश के प्रधानमंत्री जो 50 साल से विकास नहीं हुआ, नरेंद्र मोदी जी ये 5 साल में बस्तर को सब कुछ देना चाहते हैं, सब कुछ देना चाहते हैं. അടുത്ത വർഷം മാർച്ചോടെ രാജ്യത്ത് നിന്ന് ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 3 മാസത്തിനിടെ 521 ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട്. മാർച്ച് 28-ന് സുക്മ ദന്തേവാഡ അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരും ബീജാപൂർ കാങ്കർ മേഖലകളിലുണ്ടായ ഏറ്റുമുട്ടലിൽ 22 ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു, വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു, ഈ 2026 കൂടി ഈ ഭീകരത, മാവോയിസ്റ്റ് ഭീകരത പൂർണ്ണമായും ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കും. നിങ്ങൾ ആയുധം താഴെ വയ്ക്കൂ. മാവോയിസ്റ്റുകളോടായി പറഞ്ഞത്, നിങ്ങൾ ആയുധം താഴെ വയ്ക്കൂ, മുഖ്യധാരയിലേക്ക് വരൂ, നിങ്ങളുടെ വികസനം ഞങ്ങൾ ഉറപ്പാക്കാമെന്നാണ്. കൃത്യമായൊരു സന്ദേശം തന്നെയല്ലേ ഇതുകൊണ്ട് അമിത്ഷാ ഉദ്ദേശിച്ചത്? ഐസൻ, ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടവും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും ശക്തമാക്കിക്കൊണ്ട് സുരക്ഷാ സേന മുൻപോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ രാജ്യത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം ശേഷിക്കുന്ന ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ, ദന്തേവാഡയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒന്നുകിൽ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരിക, അവർക്ക് കൃത്യമായ സംരക്ഷണവും പുനരധിവാസ പ്രവർത്തനവും നിയമം അനുശാസിക്കുന്ന തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുക്കും. ആയുധം എത്തുന്നവർക്ക് പുനരധിവാസ പദ്ധതികളുണ്ടാകും. ആയുധം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് എത്തുന്ന കമ്മ്യൂണിസ്റ്റ് ബാധിത മേഖലകൾക്ക് പ്രത്യേക വികസന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകും എന്ന കാര്യമാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുള്ളത്, മുൻപ് വെടിയൊച്ചകളും ബോംബുകളും ജനങ്ങളുടെ സമാധാനം തകർത്തിരുന്ന കാലം കഴിഞ്ഞു. ഇനി വികസനത്തിന്റെ വഴിയിൽ ആയുധമെടുത്തുകൊണ്ട് ആരും തടസ്സം നിൽക്കരുത്. അങ്ങനെയുള്ളവർക്ക് കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യം കൂടിയാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഒന്നുകിൽ കീഴടങ്ങി നിയമം അനുശാസിക്കുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യധാരയിലേക്ക് എത്തുക, അതല്ലെങ്കിൽ കടുത്ത നിയമ നടപടിക്ക് വിധേയമാവുക എന്ന കൃത്യമായ നിർദ്ദേശം, മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകിയിട്ടുള്ളത്. നേരത്തെ സമാനമായ മുന്നറിയിപ്പ് കശ്മീരിൽ ഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്ന കശ്മീരിലും വിഘടനവാദ പ്രവർത്തനങ്ങൾ കൊടികുത്തി നിന്നിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയെല്ലാം തന്നെ വിഘടനവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ട്, അത് ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ടും ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും, ഒപ്പം ആയുധം എടുക്കുന്നവർക്ക് അതേ നാണയത്തിൽ കർശനമായ മറുപടി കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നിറവേറ്റിയിട്ടുള്ളത്. ഇപ്പോൾ സമാനമായ മുന്നറിയിപ്പ് ഛത്തീസ്ഗഡിൽ ദന്തേവാഡയുടെ മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുകയാണ്. അത്തരത്തിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നവരാരെയും കൊല്ലുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റ് ഭീകരവാദികളെ വധിക്കുന്നത് ആർക്കും സന്തോഷം നൽകുന്ന കാര്യമല്ല. അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് സന്തോഷമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങുക, ആയുധം വെച്ച് കീഴടങ്ങുന്ന
കീഴടങ്ങുന്ന മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഗ്രാമങ്ങളുടെ പുനരധിവാസത്തിന് 1 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നൽകും എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അത്തരത്തിൽ പുനരധിവാസ പ്രവർത്തനവും ഭീകരവിരുദ്ധ നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുൻപ് ഭീകര സാന്നിധ്യം അതിശക്തമായുണ്ടായിരുന്ന മേഖലകളിലെല്ലാം തന്നെ ഇന്ന് സമാധാനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അവിടെയും ജനാധിപത്യത്തിന്റെ വെളിച്ചം വീശിക്കൊണ്ട് വോട്ടെടുപ്പിൽ ആളുകൾ വ്യാപകമായി പങ്കെടുക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലകളിൽ പറക്കുന്നു. അത്തരത്തിൽ വലിയ മാറ്റം ഛത്തീസ്ഗഡിൽ വരുമ്പോഴാണ് ഒന്നുകിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 521 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങി. കൂടാതെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി